Hello friends, welcome to our new video of Easy English in Malayalam. നമ്മളെല്ലാവരും സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, സബ്ജക്റ്റായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കോളേജ് ലെവലിലൊക്കെ എത്തുമ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന മീഡിയം അത് ഇംഗ്ലീഷാണ്. പക്ഷേ എന്നാലും നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അപ്പോൾ ആ കോൺഫിഡൻസ് ലെവൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു 10-15 മിനിറ്റ്സ് ഇംഗ്ലീഷിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. വളരെ ചെറുതായിട്ട് തുടങ്ങിയാൽ മതി, ഒരുപാട് ഡീപ്പായിട്ടൊന്നും നമ്മൾ പോകേണ്ട. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചെങ്കിലും ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ലാംഗ്വേജ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ പെർഫെക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് ഉള്ള നോളജ് വെച്ചിട്ട് എന്താണോ പറയേണ്ടത്, അതൊരു ഫോറിനർ ആണെങ്കിൽ പോലും എന്താണോ പറയേണ്ടത് എന്ന് വെച്ചാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് ഒരുപാട് ഡീപ്പായിട്ട് ഞാൻ ഈ ലാംഗ്വേജിനെ പഠിച്ചിട്ടില്ല, എനിക്ക് അതിന് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ ആം സ്റ്റഡിങ്. പക്ഷേ എന്നാലും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. സ്കൂൾ ലെവൽ തൊട്ട് തന്നെ എനിക്ക് പുതിയ ലാംഗ്വേജസ് പഠിക്കാനൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ ഇതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്, തെലുങ്ക് വരെ പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ കംപ്ലീറ്റായിട്ട് പഠിച്ചില്ല. ഹിന്ദി പിന്നെയും സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് കുറച്ച് അറിയാം. ഇതിലെല്ലാത്തിലും എനിക്ക് കൂടുതലായിട്ടും ഫേവറേറ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇംഗ്ലീഷ് തന്നെയാണ്. ഹിന്ദിയും അറിയാമെന്ന് വെച്ചാൽ എനിക്ക് ഫ്ലുവൻ്റായിട്ട് അതിൻ്റെ വേർഡ്സ് വരില്ല, ഞാനത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഹിന്ദി മൂവീസൊക്കെ കണ്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും, കാരണം ഓൾറെഡി നമുക്കത് സബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് മൂവീസൊക്കെ കണ്ടാൽ കുറച്ചൊക്കെ ചില വേർഡ്സ് ഒന്നും മനസ്സിലാവില്ല, എന്നാലും എനിക്ക് കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് കാര്യം മനസ്സിലാവും. ഹിന്ദി ഇഷ്ടമാണ്. പക്ഷേ അഗെയിൻ ഐ എം ബാക്ക് ടു ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ലാംഗ്വേജാണ്. എന്തൊരു കാര്യത്തിനും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇപ്പോൾ ഒരു മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് അറിയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന വേർഡ്സ്, കേൾക്കുന്ന വേർഡ്സ് എല്ലാം ഇംഗ്ലീഷ് എന്നോട് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ നമ്മളുടെ ലൈഫിലോട്ട് ഈ ലാംഗ്വേജ് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ ഇംഗ്ലീഷിനോട് ഒരു അട്രാക്ഷൻ കൂടുതൽ തോന്നാൻ കാരണം നമ്മൾ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചേഴ്സിനോടും അത് കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാമയൊക്കെ എടുക്കുമ്പോൾ മീൻസ് ചാപ്റ്റേഴ്സൊക്കെ പറയുമ്പോൾ അതിൽ ഡ്രാമയൊക്കെ ആണെങ്കിൽ ആ ഡയലോഗ്സൊക്കെ അതേപോലെ തന്നെ ആക്ഷൻസൊക്കെ കാണിച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചേഴ്സ് അത് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ കോമഡി നോവൽസിൽ നിന്നൊക്കെ ഓരോ പോർഷൻസൊക്കെ എടുത്ത് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു എനിക്ക് അത് കേൾക്കാൻ. ആ ഡയലോഗ്സൊക്കെ ഡയലോഗ് ഡെലിവറിയൊക്കെ ടീച്ചർ അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പം വളരെ നല്ല രസമായിരുന്നു ഇംഗ്ലീഷ് പഠിക്കാൻ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് വളരെ ഡിഫറെൻ്റാണ്. നമ്മളുടെ പ്രൊനൗൺസിയേഷൻ, ആക്സെൻ്റൊക്കെ വളരെ ഡിഫറെൻ്റാണ്. നമ്മളൊരു നേറ്റീവ് സ്പീക്കറിൻ്റെ ഇംഗ്ലീഷ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ ഡിഫറെൻ്റായിട്ടാണ് നമ്മളെ ഓരോ വാക്കുകളും പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ ബേസിക് പ്രൊനൗൺസിയേഷൻ എന്തായാലും നമ്മൾ സ്കൂൾ ലെവൽ തൊട്ടേ പഠിക്കണം. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പം അതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഓരോ വേർഡും മറ്റുള്ള കൺട്രീസിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വേർഡ്സ് അവർക്ക് മനസ്സിലാവില്ല, അവരുടെ വേർഡ്സ് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ പ്രൊനൗൺസിയേഷൻ വളരെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് നമ്മൾ പ്രൊനൗൺസിയേഷൻ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നത് പ്രൊനൗൺസിയേഷനും വളരെ ഡിഫറെൻ്റാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്കൂൾ ലെവൽസിലൊക്കെ ഈ പ്രൊനൗൺസിയേഷൻ കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ അത് വളരെ ലാംഗ്വേജ് ഗ്രാമറിൻ്റെ അത്രയും തന്നെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റാണ് ഈ പ്രൊനൗൺസിയേഷനുള്ളത്. പക്ഷെ അത് ആരും എന്താണെന്ന് അറിയില്ല, അത് അങ്ങനെ അത്ര ശ്രദ്ധിക്കുന്നില്ല. ഈവൻ നമുക്ക് റൈറ്റിംഗ് സ്കിൽസ് ഉണ്ട്, ഗ്രാമർ നല്ല പ്രോപ്പറാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു 5 പേജ് 6 പേജ് എസ്സേ ഒക്കെ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ സംസാരം, നമ്മളുടെ ആ വേർഡ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, പക്ഷെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതൊരു പ്രോബ്ലം ഇല്ല. ബട്ട് ഔട്ട് ഓഫ് ഇന്ത്യ വേറെ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അത് വളരെ
ബുദ്ധിമുട്ടാണ്. മീൻസ് ഇന്ത്യയിലത് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം നമ്മൾ കേരളം വിട്ട് വേറൊരു നാട്ടിൽ പോയാൽ പോലും നമ്മളുടെ ആ മലയാളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മദർ ടങ്ക് ഇൻഫ്ലുവൻസ് MT എന്ന് പറയും. ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള പോലെയാണ് നമ്മൾ പറയുക. ഔട്ട് ഓഫ് കേരള പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് ആരുടെയെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ആക്സെൻ്റ് എല്ലാം കേട്ടിട്ട് ഉടനെ തന്നെ അവർ ചോദിക്കും, മലയാളിയാണല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കണമെന്ന് സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി സമയമെങ്കിലും ഒരു ദിവസം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് പതുക്കെ നമുക്കതിൻ്റെ ആ ഒരു ലെവൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഏത് ലെവലുള്ള ബിഗിനേഴ്സിന് മുതൽ ഏത് ലെവലിലുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേർ തമ്മിൽ കുറേ നാൾ കാണാണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അവർ കണ്ടുമുട്ടുമ്പോൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് വളരെ ബേസിക് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കുന്നത്. ഹൗ ആർ യു? അപ്പം രണ്ടുപേർ തമ്മിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ഒരു കുശലാന്വേഷണം നമ്മൾ എന്താണ് സുഖമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിൻ്റെ ആ ഒരു ഇംഗ്ലീഷ് വേർഷനാണിത്. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത്. ഐ ആം ഗുഡ്, ഹൗ അബൌട്ട് യു? ഇങ്ങനെയാണ് നമ്മൾ ഹൗ ആർ യു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി റെസ്പോണ്ട് ചെയ്യുന്നത്. എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണോ എന്ന് പറയുന്നത്. ഹൗ ആർ യു? ഐ ആം ഗുഡ്, ഹൗ അബൌട്ട് യു? ഐ ആം ഫൈൻ, താങ്ക് യു. ആദ്യം ചോദിച്ച ആൾ ഇങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണിത്. നോർമലി രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഹൗ ആർ യു. ഇപ്പോൾ രണ്ട് ഓഫീസിലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ രാവിലെ കാണുമ്പോൾ ചോദിക്കുന്നതാണ് ഹൗ ആർ യു ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ ബേസിക് സിമ്പിളായിട്ടുള്ള കോൺവെർസേഷനിൽ കൂടി തന്നെ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പറയാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിൾ കോൺവെർസേഷനിൽ കൂടി തന്നെ നമുക്ക് കുറച്ച് ടിപ്സ് കിട്ടും, വേർഡ്സ് കിട്ടും, സെൻറ്റൻസ് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിലും നമുക്കിതുപോലുള്ള സിമ്പിൾ സെൻറ്റൻസസ് കോൺവെർസേഷൻസൊക്കെ നോക്കാം. അപ്പോൾ അതിൽ കൂടി നമുക്ക് ഒരുപാട് വേർഡ്സ്, സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് അതെല്ലാം കിട്ടും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് എല്ലാം നോക്കിയിട്ട് നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.